നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 314-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ത്യയുടെ അംബാസഡർ ശ്രീ KP ഫാബിയാനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഖത്തറിലെ അംബാസഡറായി തുടരുന്ന സമയത്താണ് ഞാൻ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നത്. പലതവണ എംബസിയിൽ വെച്ചും കൾച്ചർ സെൻ്ററിൻ്റെ ഫംഗ്ഷനുകളിലുമൊക്കെ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഇടവന്നിട്ടുണ്ട്. വ്യക്തിപരമായി അദ്ദേഹത്തെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാണാൻ പോയപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം, പ്രത്യേകിച്ച് മലയാളി എന്ന നിലയിൽ എനിക്കും മലയാളിയായ അദ്ദേഹത്തിനും ഓർത്തുവയ്ക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിനയപൂർവമായ ആ പെരുമാറ്റവും ആ അനുഭവവും അദ്ദേഹം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ കൾച്ചർ സെൻ്ററിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അന്ന് ഇത് പറയുമ്പോൾ തന്നെ അന്ന് ഡോക്ടർ VK മോഹനനായിരുന്നു ഇന്ത്യൻ കൾച്ചർ സെൻ്ററിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹവും അന്നത്തെ ആ സാഹചര്യത്തിൽ വളരെ സ്നേഹത്തോടും കാര്യപ്രാപ്തിയോടും എന്നോട് പെരുമാറിയിരുന്നതും ഞാൻ മറക്കുന്നില്ല. ഒരു അംബാസഡർ എങ്ങനെയായിരിക്കണം? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ്. നമ്മുടെ രാജ്യത്തെ വിദേശത്ത് വസിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും അഭിമാനപൂർവ്വം പറയാനും ഓർത്തു വയ്ക്കാനും കഴിയുന്ന നല്ലൊരു വ്യക്തിത്വം. 1996-97 കാലഘട്ടത്തിൽ 2 വർഷക്കാലമാണ് ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നത്. ആ കാലയളവിൽ ഇദ്ദേഹം അവിടുന്ന് ഒഴിഞ്ഞു പോവുകയും R.L. നാരായണൻ എന്ന പുതിയ അംബാസഡർ അവിടെ ചാർജ് എടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ചും ഞാൻ പിന്നീട് പറയുന്നുണ്ട്. പക്ഷേ KP ഫാബിയാൻ എന്ന നർമ്മമരം വളർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ മറക്കാനാവാത്ത ഒരുപിടി